ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിനടുത്തുള്ള സൂര്യനെല്ലിയിലേക്കാണ്. നല്ല മഴയുണ്ട്. അങ്ങനെ സൂര്യനെല്ലി ടൗൺ കഴിഞ്ഞ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് ഞാനൊരു ചേട്ടനെ പരിചയപ്പെട്ടു. 301 കോളനിയിലെ കുമാർ ചേട്ടൻ. എന്നെ ഈ സൂര്യനെല്ലി വഴി ചിന്നക്കനാൽ സിമൻറ്റ് പാലം വരെ കൊണ്ടുപോകാമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതും എന്നെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ചേട്ടൻ ഈ വഴി എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന മനോഹരമായ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ വരെ നമുക്ക് പ്രവേശനമുള്ളൂ. കാരണം ഇതൊരു റിസോർട്ടുകാരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവിടുത്തെ താമസക്കാരായിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുക്കണം. ഈ ഭാഗത്തെ കാഴ്ച നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് തരുന്നത്. കോടയിറങ്ങി തേയിലക്കാടുകൾ മൂടുന്നതും പിന്നെ കൊളുക്കുമലയുടെ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സമയം ഏകദേശം 2 മണി കഴിഞ്ഞതിനാലും ചെറിയ മഴ തൂളുന്നതുകൊണ്ടും പോകേണ്ട സ്ഥലം അത്ര ഡേഞ്ചർ ആയതുകൊണ്ടും ഞങ്ങൾ ഇവിടെ അധികം സമയം കളയാതെ സിമൻറ്റ് പാലത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. തേയിലത്തോട്ടത്തിലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ചേച്ചിമാരാണെന്ന് തോന്നുന്നു. എല്ലാവരുടെയും കയ്യിൽ ഓരോ ഫാണ്ടക്കെട്ടുകളുമുണ്ട്. നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെല്ലി ടൗണിലേക്കും ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ 301 കോളനിയിലേക്കും നമുക്ക് പോകാൻ സാധിക്കും. ഈ റോഡിൻ്റെ ഇടതുവശത്ത് മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. സമയം ഒട്ടുമില്ലാത്തത് കൊണ്ട് ഇത്തവണ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഇനി ഇവിടെ വരുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടതുവശത്തേക്ക് പോകുന്ന ആ വഴിയില്ലേ, അതുവഴിയാണ് BL റാം, കൊളുക്കുമല എന്നിവിടങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയുടെ 2 സൈഡിലും ഗ്രാൻഡീസ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കാണുമ്പോൾ വലിയ ഭീകരതയൊന്നും തോന്നുകയില്ലെങ്കിലും ഈ വഴിയുടെ മിക്ക സ്ഥലങ്ങളിലും ആനയുടെ സാന്നിധ്യമുള്ളതാണ്. ഒരുപാട് ആനത്താരകളും ഇവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നക്കനാലിലെ മിക്ക ആനകളും അറമാദിച്ച് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സൂര്യനെല്ലിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് വളരെ മികച്ചൊരനുഭവമായിരിക്കും ഇവിടം സമ്മാനിക്കുക. അങ്ങ് ദൂരെ കാണുന്ന ആനേറങ്കൽ ഡാമും പരിസര പ്രദേശങ്ങളും നമ്മളെ വേറൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ആകാശം കാണാനില്ല, ചുറ്റും മേഘങ്ങൾ മാത്രം. മേഘങ്ങളുടെ തൊട്ടു താഴെ മേഘങ്ങളെ മുട്ടി നിൽക്കുന്നത് പോലെയാണ് മരങ്ങൾ നിൽക്കുന്നത്. ഈ ഒരു കാഴ്ചയുടെ സൗന്ദര്യം നേരിട്ട് തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. ക്യാമറ കറക്റ്റല്ലേ? പിന്നെ അല്ല കാണാറ്. അങ്ങനെ ഏലക്കാടുകൾ തുടങ്ങുകയാണ്. ഇവിടെ ഭൂരിഭാഗം സ്ഥലത്തും ആനകളുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതുപോലെ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ വളരെ ഭീതിയോടെയാണ് ഏലത്തോട്ടങ്ങളിലേക്ക് പോകുന്നത്. രാവിലെ ഏലത്തോട്ടത്തിൻ്റെ മറുകരയിൽ നിന്ന് ആനയുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് അവർ പണിയാനായി ഏലത്തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത്.
അത്രയ്ക്കും അപകടം നിറഞ്ഞതാണ് ഇവിടുത്തെ ഏലക്കാടുകൾ. ഈ വഴിയുടെ വലത് സൈഡിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ദൂരം കഴിഞ്ഞാൽ ആനയിറങ്കൽ ഡാമാണ്. അവിടെയാണ് ആനകൾ വെള്ളം കുടിക്കാൻ പോകുന്നത്. ആനകൾ അവയുടെ ദാഹമടക്കാൻ പോകുന്നത് കർഷകൻ തൻ്റെ വിശപ്പടക്കാൻ നട്ടുവളർത്തുന്ന വിളകൾ നശിപ്പിച്ചുകൊണ്ടാണെന്ന് മാത്രം. ഈ ഭാഗത്ത് ആനകൾ മനുഷ്യന് വരുത്തുന്ന നഷ്ടം അത്രമേൽ വലുതാണ്. അധികാരികൾ ഇതിനെതിരെ ശരിക്കും കണ്ണു തുറന്നു നോക്കി പരിഹാരം കാണണം. അല്ലെങ്കിൽ വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മക്കൾ പറഞ്ഞതുപോലെ വോട്ട് ചോദിച്ച് കാട്ടിലേക്ക് ചെല്ലേണ്ടി വരും. ആനയുടെയും കടുവയുടെയും പുലിയുടെയും മുന്നിൽ യാചിച്ച് അവയുടെ വോട്ട് മേടിച്ച് ജയിക്കേണ്ട അവസ്ഥ വരും. കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ ജീവനെക്കാട്ടിലും വില എല്ലാവരും കൊടുക്കുന്നത് മൃഗങ്ങൾക്കാണ്. കേട്ടോ അവിടെ വെച്ചിട്ട് കയറാം. ബാ 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 അവിടെ കയറാം. ബാ വണ്ടി എടുത്തോ. അങ്ങോട്ട് ഒതുക്കിടും കേട്ടോ. അത് നമുക്ക് അവിടെ കയറിയാ കേട്ടോ. അവിടെ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ മനോഹരമായ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് കയറിപ്പോകുന്നത്. ചേട്ടൻ എന്നെക്കാട്ടിലും ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല മലകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ചേട്ടൻ നമ്മളെ കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഒന്ന് പോയി നോക്കാം. റീലെടുക്കാനുള്ള വീഡിയോകൾ പിടിച്ചുകൊണ്ട് ഞാനും ചേട്ടൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പം എന്നെക്കാട്ടിലും ആവേശം ചേട്ടനാണ്. വീഡിയോ എടുക്കാനൊക്കെ പുള്ളി കട്ട സപ്പോർട്ടാണ്. സ്ഥലം ഞാൻ കാണാവോ?
ചെമ്പത്തൂർ 301 കോണി അതെ ആ തീ പോകുന്നില്ല. അതാണ് എൻ്റെ വീട് അവിടെ തന്നെയാണ്. എൻ്റെ വീട് അവിടെ കൂട്ടുകാരെ വിളിച്ചിട്ട് കൂട്ടുകാരോ ഇല്ലേ എല്ലാം അടിപൊളിയല്ലേ. ഒന്നിലെല്ലാം കാണും. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ചേട്ടൻ നമ്മളെ കയറ്റിക്കൊണ്ട് വന്നത്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആനയിറങ്കൽ ഡാമും 301 കോളനിയും ഗ്യാപ്പ് റോഡും മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിക്കും. ഞാൻ വളരെയധികം ഹാപ്പിയായി. ഞാനെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറാമാനെയും കിട്ടി. എൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ ചേട്ടൻ എനിക്ക് എടുത്തും തന്നു. കസ്റ്റഡ് കാണാതിരിക്കും എല്ലാം കസ്റ്റഡ് വേറെ സ്ഥലത്തും കൊണ്ടുപോകാം. ഇതാദ്യമായിട്ട് ജസ്റ്റ് ആ ഇതുപോലെ മേലെ വേറെ ഉണ്ടെന്ന് പറഞ്ഞേരെ. സൂപ്പർ സ്ഥലം മൂലത്തില്ലേ അത് ആനപ്പാറ ആനക്കുഴി ആന എപ്പോഴും മണ്ണാക്കുന്ന സ്ഥലമാണ്. ആ 300 ഇപ്പുറം ആ വേണി പോകാം. സാധനം കൊണ്ട് കാണിക്കാം. വേണ്ട ആള് കൂടി വരുമ്പോൾ നമുക്ക് കാണാം. ഒറ്റയ്ക്ക് എനിക്ക് അത്രയും ധൈര്യമില്ല. ഇവിടെ നമ്മുടെ ഇങ്ങോട്ട് ആനപ്പാറ ആനപ്പാറ എന്ന് പറഞ്ഞാൽ സാറേ അവിടെ ആനയും കുഴപ്പമൊന്നുമില്ല. അതുമ്പോൾ കാഴ്ച പറയുന്നു. പിന്നെ ആ വഴി കൂടെ ഞാൻ എപ്പോഴും വന്നെ ഇന്നും വന്നെ ആ വഴി. ആനപ്പാറ പേര് ആനപ്പാറ ശരിയാ. പാറയുടെ പേരുള്ളൂ. കാഴ്ചയൊക്കെ ഗസ്റ്റുകൾ വന്ന് കാണണേ അവിടെ. അതിനപ്പുറം റിസോർട്ട് ഉണ്ടല്ലോ. ഞാൻ 7 വർഷത്തോടെ റിസോർട്ടിൽ നിന്നാ അപ്പറേ. അത് ആ റിസോർട്ടാണ് കയറിക്കൊണ്ടുള്ള കഴിവുണ്ട്. ഇവിടുത്തെ സ്കൂള് ആദ്യ സ്കൂള്. അതായത് ക്യാമറ എടുത്ത് പിടിക്കുമ്പോട്ടെ എല്ലാം ഉണ്ട്. വെള്ളമുണ്ട്. സാറിനെ കൂടെ കാണിക്കുന്നത് എല്ലാവരും വന്നില്ലേ സാറേ? ഡീസലും അടിച്ച് എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് വന്നല്ലേ അത് കാണിക്കണ്ടേ? പിടിച്ചോളൂ. കാണിക്കേണ്ടതായിരുന്നു സാർ. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. സമയമേ സാറ് കഷ്ടപ്പെട്ട് വന്നിട്ടേ. അല്ല അത് കുഴപ്പമില്ല. അതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ അത് ഈ പ്ലാനിൻ്റെ അകത്തില്ലല്ലോ. ഇത് തന്നെ ബോണസാ. അതില്ല കയറിയോ? എന്നിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ശരി ക്യാമറ കെട്ടാണ് നോക്ക്. നമ്മൾ നേരെ മണ്ടക്കുന്നുണ്ട് ക്യാമറ ഓഫാണ്. ചേട്ടനെ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് അനുകൂലമാണോ എതിരാണോ? ഞാനുള്ള കാര്യം പറയാം. ഞാനും അന്നാമത് ഒരാൾ വന്ന് പക്ഷെ എനിക്ക് അരിക്കൊമ്പനെ കൊണ്ടുപോയതിൽ എനിക്ക് എതിരുമില്ല പിണക്കവുമില്ല. ഉണ്ടെങ്കിൽ ശരിയാ ഇല്ലെങ്കിലും ശരിയാ. അത് എനിക്ക് രണ്ടിലുമില്ല. എന്നെ ക്യാമറ ക്യാമറ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ മൊബൈൽ കണ്ടിട്ടുണ്ടോ? അരിക്കൊമ്പൻ്റെ കേസിൽ എന്നെ ഓർക്കുന്നില്ല. ഓർക്കണം.
ചില സംസാരങ്ങൾ സാങ്കേതിക തകരാറ് മൂലം എനിക്ക് ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെ സഹായിക്കാൻ കൂടെ വന്ന ചേട്ടന് നമ്മൾ കാരണം ഒരു ദ്രോഹവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തെ സംസാരങ്ങൾ ഇവിടെ മറച്ചു വയ്ക്കുന്നത്. എന്തായാലും കുമാരചേട്ടൻ്റെ കൂടെയുള്ള ഈ യാത്ര എനിക്ക് മറക്കാനാവില്ല. കാരണം എനിക്കറിയത്തില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളും കുമാരചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. കേട്ടോ ഇതെന്നെ ചൂടായിട്ട് ആണോ? ആനപ്പാറയ്ക്ക് പോണ വഴി ഇതാ. ഈ മുന്നിട്ട് പോണ ഇതാണ് പോണ വഴി. പോണ വഴി ആനപ്പാറയ്ക്ക് പോണ വഴി. ഇത് സാറേ ചേച്ചി അടുത്തേക്കാണ് ഇപ്പം ഞാൻ കൊണ്ടുപോകണേ. നമുക്ക് ഇതിലേ പോവാം. ഇതിൽ പോവാം. ഇത് മുന്നിട്ടൊന്ന് വള്ളിക്കല്ലോ അല്ലേ? അത് തന്നെ ആനപ്പാറ. കാരണം സാറിന് ചേച്ചി അടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ കടമയല്ലേ സാറേ? ശരിയല്ലേ? ശരിയാ. അതാണ് നമ്മുടെ മര്യാദ. സാറേ ഇവിടെ വന്നാലേ ഇവിടെയുള്ള ആളുകൾ നല്ല സ്നേഹമുള്ളവരാണ്. ചേട്ടന് നമ്മുടെ കാര്യത്തിൽ പ്രത്യേക കെയറിംഗ് ആണ്. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാത്തത്. ചേട്ടാ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമേ ഒരു 4 അമ്മാരെ ഊര് കിടക്കില്ലായിരുന്നു, വാർത്താനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനില്ല, എൻ്റെ കമ്പനിയാണ്. എനിക്കവരെ എനിക്ക് കൊല്ലാന്ന് കൊണ്ടുവന്ന അത് കൊണ്ടുവരുന്ന പറഞ്ഞു. അന്ന് എനിക്ക് കൊണ്ടുവന്നു. ശരി, എന്നെ പ്രാന്ത കാണിക്കുന്നു. എത്ര പേര് കൊന്നു? എത്ര പേരെ കൊന്നില്ല? അയ്യോ ഞാൻ കണക്ക് പറയാം സാറ് ഇറങ്ങേണ്ട അങ്ങനെ പറയാൻ. അവരെൻ്റെ വീട് തന്നെ 3 വീട്, എനിക്ക് വീടില്ല. ഞാനിപ്പോൾ നനഞ്ഞ കിടക്കണേ. അത് 2-3 സ്ഥലം പാത്രമൊക്കെ മേടിച്ചു തന്നു. എനിക്ക് അതുകൊണ്ട് പോർച്ചായിട്ട് തന്നേക്കണേ. ഞാൻ പൂരിപ്പണിയിൽ ഇപ്പോൾ കഞ്ഞുപിടിക്കുന്നത്. പിന്നെയും ഞാൻ കൊണ്ടുവന്നു. എന്ത് ന്യായമാണ് അങ്ങനെ കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുന്നത് എന്നറിയോ? സർക്കാർ പിടിച്ച് ഒരിടത്ത് കൊണ്ട് വിട്ട് ഒരു സ്ഥലത്ത് മാറ്റി ആനനെ ഇനിയിപ്പോൾ എന്നെ പറഞ്ഞാലും കൊണ്ടുവരത്തില്ല. കാരണം ഇനിയിപ്പോൾ ആന അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ജീവിയല്ല. ഞാൻ പറയും അവിടെ ഇറങ്ങാം. ഈ ഡാം അപ്പുറം കാണാം. സാറിന് അവിടെ കൊണ്ടുപോകാം. അങ്ങോട്ട് പോകും. എനിക്കൊരു മിനിറ്റ്. സാർ അവിടെ പാർക്കിന് പോകും. പാർക്കിന് കൂടെ അവിടെ നമുക്ക് പോകാൻ. ആ വഴിക്ക് പോവാം. ആ വഴിയാത് പോകണ്ട. അതല്ല അവിടെ ഒരു വാട്ടർ പോലെ നിൽക്കുന്നു. അപ്പോൾ അത് ആനയുണ്ടോ ഞാൻ നോക്കിയതാ. ഇല്ല, അവിടെ വാട്ടറില്ല. എവിടെ വാട്ടർ പോലെ ഒരാൾ നിൽക്കുന്നത്? ഇല്ലില്ല, നീ ചൂണ്ടിടണേ. അതെ ചൂണ്ടിടണം. അവൻ്റെ അവിടെ പട്ടാളക്കാരുടെ ട്രിപ്പല്ലേ? അത് തന്നെ. സാറേ ഈ ഡ്യൂട്ടി പഠിച്ച് ഡ്യൂട്ടിയുള്ളവനായില്ലേ? എനിക്ക് പണി വേണ്ടാത്തതുകൊണ്ടോ? സമയത്ത് പൈസ കിട്ടില്ല. സമയത്ത് പൈസ കിട്ടുന്നു. ജീവൻ പണയാൻ പറ്റല്ലേ? ഇത് ഇവർക്കൊന്നും പൈസക്കാരുടെ നമ്മളെ പോലെയാണോ? നമ്മളോട് ഒന്നുമില്ല, കൂലിപ്പണിക്കാരനല്ലേ? വണ്ടി കാണിക്കോ? നിൽക്കാം. അങ്ങനെ പാത്രക്കാർക്കാ വരാം. വാ, സാറിനെ വേണ്ടി കാണിക്കണം. മഴ സാറേ ഇവിടെ ഇവിടെ ഇതാണ് സിമെന്റ് പാലം. ഇതാണോ സിമെന്റ് പാലം? ഈ വെള്ളച്ചാട്ടം വരുന്നു. അപ്പുറം പോയിട്ട് വെള്ളച്ചാട്ടം. അപ്പുറം പോയിട്ട് വെള്ളച്ചാട്ടം. സാർ കാഞ്ചിൻ്റെ കൂട്ടി അവിടെ നിർത്തിക്കോ. എവിടെയാ പോണ്ടേ? അവിടെ നിർത്തിക്കോ. അവിടെ നിർത്തിയിട്ട് ആ വെള്ളച്ചാട്ടം എടുക്കും. പുഴു ഉണ്ട് കേട്ടോ. പുഴു കാണും. പുഴു അങ്ങനെ ഇവിടെ ഇപ്പോൾ പുഴുവില്ല. സാറൊന്ന് കായിക്കണ്ട. സാറ് വന്നാലോ. അങ്ങനെ നമ്മൾ അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇടുക്കി ജില്ലയിലെ സിമൻറ്റ് പാലം. 1 വർഷം മുമ്പ് വരെ സിമൻറ്റ് പാലത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. അരിക്കൊമ്പനെ പിടിക്കാൻ കൊണ്ടുവന്ന കുങ്കിയാനകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ സിമൻറ്റ് പാലം. ഇവിടെ കുങ്കിയാനകളെ ലക്ഷ്യമിട്ട് ചക്കക്കൊമ്പൻ വരികയും ഒരു വാർത്താ ചാനലിൽ ആ വാർത്ത വരികയും എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആനയിറങ്കൽ ഡാം. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആനയിറങ്കൽ ഡാമും കാണാൻ സാധിക്കും.
സാറേ ഈ ബൈക്ക് വാട്ടർ മാറണം ഇല്ല വാട്ടറല്ല പേടിച്ചോളും വേണം ഈ വെള്ളത്തിൽ ആ കുഴപ്പമില്ല സാറേ ഞാൻ സാറിൻ്റെ കൂടെ ആരും സാർ പഠിക്കുന്നു വേണ്ട കേട്ടോ ആ അത് സാറേ ഞാൻ കൂടെ ആരും പഠിക്കുന്നു വേണ്ട നാളല്ല ഞാൻ ആന ഉണ്ടോ നോക്കുന്നു ആനയോ അന്ന് പറഞ്ഞു സെറ്റപ്പല്ലേ സാറേ സെറ്റപ്പല്ലേ സെറ്റപ്പ സാറ് വന്ന് എന്തായാലും ആൾക്കൊണ്ട് കാണിക്കും കൂട്ടുകാർക്ക് ഇല്ലേ സാറേ അത് ഉറപ്പല്ലേ ആ അപ്പോൾ സൂര്യനെല്ലിയിൽ നിന്നും സിമൻറ്റ് പാലത്തേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അങ്ങോട്ട് ഇറങ്ങണ്ട ശരിയാ അവനോട്